ഹായ് എവ്രി വൺ, മൈ നെയിം ഈസ് ലിജ ജോൺ. ഞാൻ ഇന്ന് 2024 മാർച്ച് 21 മനോരമ ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ആർട്ടിക്കിളാണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തൊരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഞാൻ ഇത് വായിക്കാം. അപ്പോൾ നിങ്ങളിൽ പലരും ഇത് വായിച്ചിട്ടുണ്ടാവാം, എന്നാൽ വായിക്കാത്തവരും ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇത് ഞാൻ വായിക്കുന്നത്. ഇത് മനോരമ ന്യൂസ് പേപ്പറിലെ കാഴ്ചപ്പാട് പേജിൽ പറയാനുണ്ട് എന്ന് പറയുന്ന സെഷനിൽ കോഴിക്കോട് ജവഹർ നഗറിലുള്ള വിജയ മോൻസിംഗ് എന്ന് പറയുന്ന ആളുടെ ആർട്ടിക്കിളാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പറൊക്കെ ഇപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും കാണുന്ന വാർത്തയാണ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്സ്, അല്ലേ? അവിടെ ഇത്ര പേരെ കാട്ടാന ചവിട്ടിക്കൊന്നു, ഇത്ര പേര് കടുവ ആക്രമണത്തിൽ മരിച്ചു, ഇത്ര പേര് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരിച്ചു. അങ്ങനെ ദിവസവും ഇങ്ങനത്തെ വാർത്തകൾ ഇല്ലാത്ത ഒരു ന്യൂസ് പേപ്പർ നമുക്ക് കാണാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ന്യൂസസ് നമ്മുടെ പേപ്പറിലും ന്യൂസിലും ഒക്കെ കാണും, അല്ലേ? അതിന് പല റീസൺസ് ഉണ്ട്. അപ്പം അതിൻ്റെ ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വേനൽ കടുത്തു, അപ്പോൾ കാട്ടിനുള്ളിൽ ഇവർക്ക് ഫുഡ്, വെള്ളം ഇതൊന്നും കിട്ടാതെ വരുന്നു. അതിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് പല ആനിമൽസും പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നെ ഓഫ് കോഴ്സ് മനുഷ്യരുടെ കൈകടത്തൽ, കാട് കൈകടത്തി റോഡ് നിർമ്മിക്കുന്നു, മറ്റ് ബിൽഡിങ്സ് വരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ ഇവർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ, ബോർഡർ ആണ് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ നാട്ടിലേക്ക് ഇറങ്ങുന്നു, ആൻഡ് ഹ്യൂമൻസുമായിട്ട് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നു. അങ്ങനെ പല റീസൺസ് ഉണ്ട്. എന്നാലും ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാം. രാവിലെ പത്രം വായിക്കാനിരുന്നാൽ പേടിയാണ്. ആനയോ കടുവയോ കാട്ടുപന്നിയോ ആരെയെങ്കിലും കൊന്നത് വായിക്കേണ്ടി വരുമോ എന്ന പേടി. ഇതിനൊക്കെ മനുഷ്യനും ഒരു പരിധിവരെ ഉത്തരവാദിയാണ്. എങ്കിലും മൃഗങ്ങളുടെ എണ്ണം കൂടുന്നതും ഒരു ഘടകമാണ്. അത് പരിധി വിട്ട് കൂടാൻ പാടില്ല. ഞാൻ ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ആളാണ്. അവിടെ കേരളത്തോളം വലുപ്പമുള്ള കാടാണ് ക്രൂഗർ പാർക്ക്. അവിടുത്തെ ആനകൾ ഏഷ്യൻ ആനകളെ പോലെ മെരുക്കിയെടുക്കാവുന്നവയല്ല. ഒരു ഘട്ടത്തിൽ ആനകളുടെ എണ്ണം വല്ലാതെ കൂടി. മരങ്ങൾ വല്ലാതെ നശിപ്പിക്കുകയും ഭക്ഷണം തികയാതെ അവ കാടിന് പുറത്തേക്ക് വരികയും ചെയ്യുമെന്ന സാഹചര്യമുണ്ടായി. പിന്നെ കണ്ടത് സർക്കാർ നടപടിയാണ്. ഇതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യം. കാടിന് മുകളിലൂടെ പറക്കുന്ന ഹെലികോപ്റ്ററുകളിൽ നിന്ന് നിശ്ചിത എണ്ണം ആനകളെ വെടിവെച്ചു കൊന്നു. മൃഗസ്നേഹിയായ എനിക്ക് അതിൽ വിഷമം തോന്നിയെങ്കിലും വിശദമായ ആലോചനയിൽ നിയന്ത്രിതമായ കൊല്ലൽ, അതായത് കല്ലിംഗ്, ശരിയാണെന്ന് മനസ്സിലായി. ഉപദ്രവകാരികളായ മൃഗങ്ങളെ കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവയുടെ പെരുപ്പത്തിന് ആനുപാതികമായി കൊല്ലുന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ ആലോചിക്കണം. ഇതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ഒരുപക്ഷെ സെൻസിറ്റീവായിട്ടുള്ളൊരു കണ്ടന്റ് ആയിരിക്കും. മൃഗസ്നേഹികളായിട്ടുള്ളവർക്കൊക്കെ ഒരുപക്ഷെ ഇഷ്ടപ്പെടാതെ വന്നിരിക്കും. ഞാനും മൃഗസ്നേഹിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാനൊരു മനുഷ്യസ്നേഹിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ത്രെറ്റനായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾഡ് ആവണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഈ ഒരു കാര്യം എത്രത്തോളം പോസിബിൾ ആവുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും ഈ ഒരു പ്രശ്നത്തിന് നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റു ഭരണാധികാരികൾ, നമ്മുടെ ഭരണകൂടമൊക്കെ കൊണ്ടുവരുന്ന പോംവഴികൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം.